ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നു. ടീച്ചറിനെ പോകാൻ കണ്ടിട്ട് നല്ല സന്തോഷമൊക്കെ തോന്നണില്ലേ? നമ്മൾ ആൽബിൻ തിരിച്ചെത്തി, അബിൻ കുറച്ച് ഫ്രീ ആയി. അപ്പം അതിൻ്റെ കുറേ സംഭവങ്ങൾ നടന്നു അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ നടന്നു. എല്ലാം ദൈവത്തിൻ്റെ ഓരോ കളികൾ അല്ലേ? എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്താണ് ടീച്ചർ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ യുദ്ധം ദൈവത്തിന് ഇഷ്ടമാണോ എന്ന്? പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് മനുഷ്യകരങ്ങളാണല്ലോ കൂടുതലുള്ളത്. മനുഷ്യകരങ്ങൾ കൂടുതൽ വരുമ്പോൾ യുദ്ധങ്ങളൊക്കെ വരും, ശത്രുത വരും. ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? ദൈവത്തിന് സ്തുതി. ഇന്ന് സാധാരണ ക്ലാസ്സിൽ ഞങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ടൈം പോകൂലേ? അപ്പോൾ എന്തെന്ന് വെച്ചാൽ വേഗം വന്നിട്ട് കുറേ എടുക്കും. അതൊക്കെ ഒരു പ്രത്യേക സ്വഭാവമാണ്, ടീച്ചേഴ്സിൻ്റെ സ്വഭാവമാണ്. കാരണം പോഷൻ തീർക്കണമല്ല. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എങ്കിലും ടീച്ചർ കുറേ ഷോർട്ട് വീഡിയോ, അതായത് മെയ് 14-ാം തീയതി മുതൽ ഷോർട്ട് വീഡിയോയാണ്. കുറേ അബദ്ധങ്ങൾ ടീച്ചർക്ക് പറ്റി. കാരണം നമ്മൾ തുടക്കക്കാരാകുമ്പോഴത്തേക്ക് അബദ്ധങ്ങളേ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറയണില്ല, സാവധാനം നമുക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെ ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ്സുകൾ കംപ്ലീറ്റ് ലോങ് വീഡിയോ എടുത്തിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് സമയത്ത് വിടാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് ഷോർട്ടിലേക്ക് പയ്യനെ മാറി പിന്നെ ലൈവ് ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഒരുവിധം കവർ ചെയ്തെങ്കിലും ഒരു കുറവും വരാതിരിക്കാൻ ഈ ലോങ് വീഡിയോയിൽ തന്നെ പഴയ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുന്നു. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്കല്ലേ? ഓക്കെ, കാണാമോ ഇത്? ഓക്കെ, കണ്ട, ഇതൊരു മുട്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. ടീച്ചർക്ക് ഇതിനൊന്ന് നേരെ വെക്കണം, സാധിക്കില്ല. ഇങ്ങനെ വെക്കണം, സാധിക്കില്ല. ഇതിനെ നിർത്താനൊരു വഴിയുണ്ട്. കണ്ട, ഉപ്പാണ്. ഈ ഉപ്പ് ഒരു നുള്ളെടുത്ത് ഇവിടെ വെച്ച് ഇവിടെ വെച്ചിട്ട് നടുക്കൊരു ചെറിയൊരു കുഴിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം ഈ മുട്ട നിൽക്കുവാണ്. കണ്ട, മുട്ട നിന്നില്ലേ? ഇതെന്താണെന്ന് അറിയാമോ? ഇതുണ്ട, ഇതൊരു മിനുസമുള്ള പ്രതലമാണ്. കണ്ട, അതുകൊണ്ട് ഇതിനുള്ളിടാനായിട്ട് ഉരുളാനുള്ള തടസ്സമില്ലാത്തത് കൊണ്ട് നന്നായിട്ട് കിടന്നുള്ള. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ അത് പോകും, ഇങ്ങനെ വെക്കാനും പറ്റില്ല. അതിനാണ് ടീച്ചർ ഈ ഉപ്പെടുത്തുന്ന റൗണ്ട് ചെയ്തിട്ട് ടീച്ചർ ഇങ്ങനെ വെച്ചത്. നോക്കാം, ടീച്ചർ കൈ അനങ്ങുന്നതുകൊണ്ടേ. ഇത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ രണ്ട് പ്രതലങ്ങൾ, ഇത് മിനുസമുള്ളത്, ഇത് മിനുസമുള്ളത്, രണ്ട് മിനുസമുള്ള പ്രതലങ്ങൾ തമ്മിൽ ഒഴുക്ക് എളുപ്പമാണ്. നമ്മൾ റോട്ടിലൊക്കെ പഴത്തുലിയൊക്കെ വല്ലതുണ്ടെങ്കിൽ തെന്നി വീഴൂലേ? അതുപോലെ നമ്മുടെ മോട്ടോർ സൈക്കിളിൻ്റെയൊക്കെ ടയർ കുറേ ഓടി ഓടി കഴിയുമ്പോൾ അതിൻ്റെ പിടുത്തമൊക്കെ കുറഞ്ഞ് ഡ്രിപ്പ് കിട്ടൂല ബ്രേക്കൊക്കെ ഇടുമ്പോൾ. അപ്പം നമ്മൾ അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടയറൊക്കെ വാങ്ങിക്കും. അതുപോലെയുള്ള ഒരു പ്രവർത്തനമാണിത്. ഈ മുട്ടയുടെ പ്രതലവും ഈ പാത്രത്തിൻ്റെ പ്രതലവും തമ്മിൽ ഒരു ചെറിയ പ്രതിപ്രവർത്തനം വന്നു. ഈ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഘർഷണം. എന്താണ്? ഘർഷണം, അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു തടസ്സം, അതിൻ്റെ നോർമലായിട്ടുള്ള ഒഴുക്കിന് ഒരു തടസ്സം, ഫ്രിക്ഷൻ, ഘർഷണം. ആ ഘ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഘ, ഘർഷണം എന്ന് ഉറപ്പിച്ച് പറയണം. ക ഖ ഗ ഘ, ഗണപതിയുടെ ഘ ഒരു ഘ ശബ്ദം കൊടുത്ത് ഘ, ഘർഷണം. അതെങ്ങനെ എഴുതാനായിട്ട് നമ്മൾ രണ്ടക്ഷരങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കുന്നു. ഒന്ന് പ, ഒന്ന് ല. നോക്ക്, പ എഴുതാൻ എങ്ങനെയാണെന്ന് അറിയാല്ല? ഇങ്ങനെ. ല എഴുതാൻ എങ്ങനെയാണെന്ന് അറിയാല്ല? ഇങ്ങനെ. ഈ ഘർഷണം എഴുതാനായിട്ട് ഈ രണ്ടുപേരുടെ കുറച്ച് താഴെയാക്കി പ എഴുതുക, എന്നിട്ട് അതിനെ ലായാക്കി മാറ്റുക. ഘർഷണം. ഒന്ന് പ്രാവശ്യം എഴുതണം. ഘർഷണം, ഘടികാരം, മേഘം, ആഘോഷം, ഘോഷയാത്ര എന്നൊക്കെ പല പദങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ചിഹ്നങ്ങളും കൂടുതൽ അക്ഷരങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഇതൊക്കെ സന്ദർഭം അനുസരിച്ച് പഠിക്കും, എഴുതും. അപ്പൊ ഇന്നത്തെ ഒരക്ഷരം ഘ. ഓക്കെ, അടുത്തത് നിങ്ങൾ പഠിച്ച ഒരക്ഷരവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഈ പാത്രം, ഇതുമെല്ലാം ടീച്ചർ ഷോർട്ടിലും ലൈവിലൊക്കെ ആയിട്ട് കാണിച്ചതാണ്. ഓക്കെ, എന്നാലും ഒരു തൃപ്തിക്ക് ഏതക്ഷരമായിട്ടാണ് ഇതിന് ബന്ധം? ഓർമ്മയുണ്ടല്ല? റ അല്ലേ?
നമ്മൾ മഴ പെയ്യാൻ പോകണം. മഴ പെയ്യുമ്പോൾ നമ്മൾ പണ്ട് വീടുകളിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിമാർ ഓടിച്ചെന്ന് വട്ടപാത്രമൊക്കെ പാത്തി വെള്ളം വഴുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും. അങ്ങനെ നമ്മുടെ ക്ലാസ്സിലൊരു മഴ പെയ്യിക്കും. വെള്ളം ശേഖരിക്കാനുള്ള സംവിധാനം. സാധാരണ നമ്മൾ ക്ലാസ്സിൽ കൊച്ചു കുട്ടികളുടെ ക്ലാസ് ആകുമ്പോൾ നമ്മൾ മഴ പെയ്യിക്കണം എങ്ങനെയാണ്? ഇങ്ങനെ 1 2 3 4, പിന്നെ എന്ത് ചെയ്യും? 1 2 3 4 സ്പീഡിന്, പിന്നെ കുറച്ച് 4 3 2 1 1 2 3 4 1 2 3 അങ്ങനെ കൂട്ടിയും കുറച്ചും മഴ പെയ്യിക്കുന്നത് കൊച്ചുകുട്ടികളുടെ ക്ലാസ്സിൽ. മുതിർന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ ശരിക്കുള്ള മഴ പെയ്യിക്കും. അതിനുവേണ്ടി ഈ റായ എന്നുള്ള പാത്രം മുകളിലേക്ക് വെച്ച്, കണ്ട, റാ തിരിച്ചു വെച്ച്, എന്നിട്ട് മഴ പെയ്യാൻ പോകുന്നുണ്ട് ക്ലാസ്സിൽ. നോക്കുക, അപ്പം മഴയുണ്ട? ഇല്ല, മഴയില്ല അല്ലേ? മഴയിലല്ല, മഴ പെയ്യണം. കണ്ട, മഴ നിന്ന്, മഴ പെയ്യണം, മഴ നിന്ന്, മഴ നിന്ന്. ഇതെങ്ങനെയാണ് ക്ലാസ്സിൽ ചെയ്യണമെന്ന് വെച്ചാലേ, ഇതെന്താ, ഇതിവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു ഓട്ട കാണുന്നില്ലേ? അതുപോലെ ഇതിൻ്റെ അടിയിൽ ഓട്ടയുണ്ട്. കണ്ടോ? ടീച്ചർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിങ്ങനെ പിടിക്കും. ഈ ഓട്ട അടക്കുമ്പോൾ മഴ നിൽക്കും, ഓട്ട തുറക്കുമ്പോൾ മഴ വരും. കാരണം അന്തരീക്ഷ വായുവിന് ഒരു മർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. ആ മർദ്ദം ഈ ഓട്ടയിൽ കൂടി അകത്തേക്ക് ചെന്ന് ഈ ജലത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ പ്രഷർ കൊടുക്കുമ്പോൾ വെള്ളം താഴേക്ക് പോരും. അങ്ങനെയാണ് ക്ലാസ്സിൽ നമ്മൾ മഴ പെയ്യുന്നത്. മഴ നിന്ന് 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 കഴിഞ്ഞ്, കാരണം എന്താ? വെള്ളം തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഴ എഴുതാം. എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഴ എങ്ങനെ എഴുതാൻ എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം റാ പഠിച്ചല്ലേ? ഈ പാത്രം തിരിച്ചു വെച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. മഴ ശേഖരിക്കാൻ, മഴ ഇങ്ങനെ പെയ്യണുണ്ട് അല്ലേ? മഴ ശേഖരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പാത്രം തിരിച്ചു വെച്ച്. നമ്മൾ രാ എഴുതിയത് എങ്ങനെയാണ് അല്ലേ? അപ്പൊ നമുക്ക് തിരിച്ചു വെച്ച റായിനെ നമുക്ക് എന്താക്കണം? രായാക്കണം. ഓക്കെ, നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ഈ രാ ഇങ്ങനെ തിരിച്ചെടുത്തിട്ടാണ് പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ റായിനെ നമ്മൾ പകുതിയാക്കി എഴുതുക, എന്നിട്ട് അതിനെ രായാക്കുക, എന്നിട്ട് അതിനെ താഴത്തോട്ട് കൊണ്ടുവരിക. ഇതാണ് ഴ. ഈ 2 വരിയിൽ തന്നെ ഉൾക്കൊള്ളിച്ച് നിൽക്കണം കേട്ടോ. പാത്രം മഴ ശേഖരിക്കാൻ തിരിച്ചു വെച്ച്, അപ്പൊ റാ തിരിച്ചു, അതിനെ രായാക്കി, ഴായാക്കി. കണ്ട, മഴ, തഴ എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ ഴ എന്നുള്ള അക്ഷരവും പഠിച്ചു. മക്കളെ കണ്ടിട്ടുണ്ടോ? എന്ത് സാധനമാണെന്ന്? ഇത് കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇതെന്താണ്? വാലുള്ള കണ്ണാടിയാണ്, വാൽക്കണ്ണാടി. ആറന്മുള എന്നുള്ള സ്ഥലത്ത് ആറന്മുള കണ്ണാടി ഉണ്ട്. അവിടെ ചില്ലല്ല, ഇത് ചില്ലാണ്. അവിടെ കെമിക്കൽ ബോണ്ടിന്റെ ഒരു പ്ലേറ്റ് ആണ്. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ടീച്ചർക്ക് ഒരു ഫ്രണ്ട് തന്നതാണ്, സ്നേഹത്തോടെ തന്നതാണിത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് കിട്ടും? എൻ്റെ തന്നെ മുഖം അവിടെ വരും അല്ലേ? തുല്യാകലത്തിൽ ഇങ്ങനെ കിട്ടും. പക്ഷെ ഞാൻ ഇടത്ത് കൈ പൊക്കിയാൽ അവിടെ വലത് കൈ. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് ഇത് നോക്കാം. നമ്മുടെ സുഹൃത്ത് രാ ഒന്ന് കണ്ണാടി നോക്കും. നോക്കിയേ, ഇവിടെയാണ് കണ്ണാടി. ക്ലാസ് തുടരെ കാണാത്തവർക്ക് ബോറിംഗ് ആകും, എങ്കിലും കാണാത്തവർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ടീച്ചർ വിചാരിക്കുന്നു. കണ്ണാടി നോക്കുമ്പോൾ രായിനെ ഇങ്ങനെ കാണും. കണ്ട, ഇത് രായുടെ ഛായ. എന്താണ്? ഛായ. അപ്പൊ ഈ ഛായയും രായും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആകും. രാ പറയും, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വേറെ ഉണ്ടോ? നിന്നെ ഇതുപോലെയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ഛായ പറയും, രായുടെ ഛായ ഇമേജ് പറയും, ഒത്തിരി ഉണ്ടല്ലോ, കാണണോ? അന്ന് ശരി, വിളിക്കുന്നു പറയും. അങ്ങനെ ആദ്യം ആരാന്നറിയാമോ? ഇയാളാണ്. നമ്മൾ പഠിച്ചു, നഖം. നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ഛായയോടുകൂടി ഒരു ചെറിയ വാലും ഒരു കൊമ്പും. നഖം, മുഖം, സുഖം, ദുഃഖം, ഖരം എന്നൊക്കെ ഉള്ളതിന്റെ ഘ. ചിഹ്നത്തോടുകൂടി ഒരു വാലും ഒരു കൊമ്പ്. അടുത്ത ആളാരാണ്? ഇതിന്റെ ഛായ, രായുടെ ഛായയോടുകൂടി വ. ഇതാരാണ്? ബലൂണിന്റെ ബ. ബലൂൺ, ബലവാൻ, ബലം, ബിന്ദു, ബുദ്ധി എന്നൊക്കെ ഉള്ളതിന്റെ ബ. ഇതിനെന്താ വേണ്ടത്? രായുടെ ഛായയോടുകൂടി ഒരു വ. അത് നമ്മൾ പഠിച്ചതാണ്. അടുത്ത ആളാരാണ് വരുന്നത്? പുറകെ കാറ്റ്വാക്കിലാണ് വരുന്നത്, കാറ്റ്വാക്കിലാണ് വരുന്നത്. അവരെല്ലാവരും നാ വരും. നമ്മൾ കോയിൻസ് ഇട്ട് വീഡിയോയിൽ പഠിച്ചതാണ്. നാ വരും. അപ്പോൾ എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഛായയോടുകൂടി ന ചേർത്താൽ നായായി. തൊട്ട് പുറകെ, നായുടെ തൊട്ട് പുറകെ ആരാണ്? നായുടെ ചില്ലക്ഷരം വരും, ഇൻ. കണ്ട, ഇൻ വരും. സന്തോഷമായി, ഇൻ. നായുടെ തൊട്ട് പുറകെ. അപ്പൊ എന്താണ്? ചിഹ്നത്തോടുകൂടി ന, അതിന്റെ ചില്ലക്ഷരം ഇൻ. അടുത്തത് വരുന്നത് തഴയൊരു ചുമടൊക്കെ ആയിട്ടാണ് നമ്മുടെ നവര.
നവരക്ക് മറ്റൊരു പേരുണ്ട് ഞവര. അത് ഉപയോഗം കുറവാണ്. നവരക്കിഴി, നവരാരി എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ ഞവര എന്ന് പറയും. ഞണ്ട്, ഞായർ എന്നൊക്കെ ഉള്ളതിൻ്റെ അക്ഷരമാണ്. അതെഴുതാനായിട്ട് നമ്മുടെ ചിഹ്നത്തോടു കൂടി ത വരും. അപ്പം പറയും ഞാനാണ് ഇങ്ങനെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൊക്കെ എന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ സന്തോഷമോ, എല്ലാവർക്കും സന്തോഷം സൗഖ്യമൊക്കെ കിട്ടട്ടെ നിന്നെ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ എന്നൊക്കെ പറയും. പക്ഷെ അടുത്തത് ശരിക്കും ക്യാറ്റ് വാക്കിലൊരാൾ തന്നെ ഞാവും പറഞ്ഞ് അതാരാണ്? അത് നമ്മുടെ ചിഹ്നത്തോടു കൂടി ദയയുടെ താ ചേർത്താൽ മതി. ദയയുടെ താ ചേർത്താൽ നായ. അപ്പൊ നമ്മൾ ഈ ചിഹ്നത്തിന്റെ പ്രത്യേകതയിൽ ഇതിന്റെ രായുടെ ഛായയോട് കൂടി എന്തൊക്കെ പഠിച്ചു? ഘ, ബ, ന, ഇൻ, ഞ, ങ. ഇനിയും രണ്ട് അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത് രായുടെ ഛായ, ഛായ. ആ ഛായ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഛായ ഏതാണെന്ന് അറിയാമോ? ഇതാണ് ഛായയുടെ ഛ. ഇതിനെന്താ വേണ്ടത്? ആരുടെ ഛായയാണ് വേണ്ടത്? രായുടെ ഛ. അതിനു വേണ്ടി നമ്മുടെ സാധാരണ ഛായയോടുകൂടി രായ അങ്ങ് ചേർത്ത് എഴുതണം. അല്ലെ, സാധാരണ ഛായയോടുകൂടി ഛ ഉച്ചരിക്കുന്നത് ഛ, ഛ, ഛ. നമ്മൾ ഛ പഠിച്ചു. കുറച്ച് കടുപ്പിച്ച് പറയുമ്പോൾ ഛ, ഛ, ഛ. അതാണ് ഈ ഛ. രായുടെ എന്താ വേണ്ടത്? ഛായ, അല്ലേ? അപ്പൊ നമ്മൾ യാ പഠിക്കണം. യാ പഠിക്കാനായിട്ട് ദയക്ക് കൊണ്ട് യാ, ഛായക്ക് കൊണ്ട് യാ. ഈ ഛായ പഠിക്കാൻ, യാ പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ദയ, ഹൃദയം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ ഉള്ളത്? ദയ ഉണ്ടല്ലേ? ദയ, ഹൃദയത്തിൽ ദയ. നമ്മൾ ഹൃദയത്തിന്റെ ചിഹ്നം എങ്ങനെയാണ് പഠിക്കുന്നത്? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതണത്, അല്ലേ? ഹൃദയത്തിന്റെ ചിഹ്നത്തിന് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ദേ ഒരു വാല് കൊടുക്കുന്നതാണ് യാ. ഇത് നമ്മൾക്കൊന്ന് ഭംഗിക്ക് എഴുതാം. കണ്ടേ? യാ, ഇതാണ് യാ. യാ ഒന്ന് ഒഴുക്കായിട്ട് എഴുതുക. യാ, നമുക്ക് തൽക്കാലം ഇപ്പം വാക്ക് എഴുതാനായിട്ടില്ല. യദു, യമുന, യദുകുലം എന്നൊക്കെയുള്ള യോദ്ധാവ് എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം നമുക്ക് എഴുതാനായിട്ടുള്ള വാക്കുകൾ കിട്ടൂല. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരങ്ങൾ മേഘത്തിന്റെ ഘ, മഴയുടെ ഴ, രായുടെ ചിഹ്നം വെച്ച് എഴുതുന്ന അക്ഷരങ്ങൾ ഘ, ബ, ന, ഇൻ, ഞ, ങ. ഇനി ഈ മഴ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാത്രത്തിൽ എന്താ കിട്ടുന്നത്? വെള്ളം. എന്താണ്? വെള്ളം. വെള്ളം എന്നുള്ളതിന് നമ്മൾ വേറൊരു ഇത് പഠിക്കും. എന്താണ്? ജലം. കേട്ടിട്ടില്ലേ? നീർ, മഴനീർ, കണ്ണുനീർ, ഇളനീർ, അല്ലേ? നീർ. പിന്നെ നമ്മൾ വെള്ളം ചേർത്തുമ്പോൾ മഴവെള്ളം, അല്ലേ? പുഴവെള്ളം, പൈപ്പ് വെള്ളം. പിന്നെ ജലം ചേർത്താണെങ്കിലാ ശുദ്ധജലം, മലിനജലം. അപ്പൊ ഇതെല്ലാം ഒരേ ആൾക്കാർ തന്നെയാണ്. അവസ്ഥക്ക് വ്യത്യാസം വരുമ്പോഴാണ് ശുദ്ധം, അശുദ്ധം, മലിനം, മഴ, കണ്ണുനീർ എന്നൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ വെള്ളത്തിൽ ഉള്ള ളായുണ്ട്, ജലം എന്ന് പറയുമ്പോൾ ഒരു ജായുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അതും നമ്മുടെ ഈ കൂട്ടുകാരൻ തന്നെയാണ്. നോക്കിയേ, ഈ ചിഹ്നം അല്ല, ജ, ജലത്തിന്റെ ജ. മുൻപ് കുറെ നാൾക്ക് മുൻപില്ലേ ജ ഇങ്ങനെ എഴുതുമായിരുന്നു, ഇങ്ങനെ പുറത്തോട്ട്. പക്ഷെ ഇപ്പൊ ഡിജിറ്റൽ വന്നതിന് ശേഷം എല്ലാം ഒരേ ലെവലിലാണ്. ഡിജിറ്റൽ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം ജ, കേട്ടാ. നമ്മൾ കുറെ കുട്ടികൾ ഡിജിറ്റൽ മത്സരങ്ങൾക്കൊക്കെ പോകുമല്ലോ. അപ്പൊ നമ്മൾ ജ ഇങ്ങനെ തന്നെ എഴുതണം. ഇതാണ് ജലത്തിന്റെ ജ. അപ്പൊ അതും നമ്മുടെ രായുടെ ചിഹ്നത്തോടു കൂടി ചേർത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരമാണ് ശ. ഗണപതിയുടെ ഗ എഴുതി അതിനുള്ളിലോട്ടാക്കണം ശ നമ്മൾ പഠിച്ചപ്പോൾ ഇത് ജലത്തിന്റെ ജായാണ്. ഇനി വെള്ളത്തിന്റെ ള പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യഞ്ജനാക്ഷരങ്ങളിൽ രണ്ടുപേരുടെ താഴെ വരുന്ന ഒരേ ഒരു അക്ഷരമാണ് ള. നോക്കാം, അതും ഈ ചിഹ്നത്തോടു കൂടി ഇതാണ് ള. കണ്ട ള, കണ്ട ള. തള, വള, കള ഒക്കെ നിങ്ങൾക്ക് ആ പ്രത്യേക ഭാഗത്ത് എഴുതാം. അപ്പൊ നമ്മൾ രണ്ടക്ഷരവും കൂടി പഠിച്ചു, ജായും ളായും. അപ്പൊ നമുക്കതിവിടെ എഴുതി വേണമെങ്കിൽ ചേർക്കാം. ഇതിന്റെ ഈ ചിഹ്നത്തിന്റെ ഭാഗത്ത് കൂടി എഴുതി ചേർക്കാം. ടീച്ചർ ചുമന്ന മഷിക്ക് എഴുതണത് അത് ടീച്ചർ ഷോർട്ടിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. അപ്പൊ ഒരു കാണണമെങ്കിൽ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. ജ, ള. ള മാത്രം താഴ്ത്തു പോകുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും രണ്ടക്ഷരം കൂടി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ളായുടെ ചില്ലക്ഷരം ഇൾ. ളായുടെ ചില്ലക്ഷരം ഇൾ, സരൾ എന്നുള്ളൊരു വാക്ക് നമുക്ക് കിട്ടുള്ളൂ. ളായാണെങ്കിൽ നമുക്ക് സരള എന്ന് എഴുതാം, തവള ഒക്കെ എഴുതാം. നമ്മുടെ ആ ഭാഗത്ത് സായില് സരള എഴുതാം, തായില് തവള എഴുതാം. ടീച്ചർ മോഡൽ എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? തവള എഴുതാം. ഇള്ളിക്ക് സരൾ എഴുതാം. സായില് വേണമെങ്കിൽ സരൾ എന്നുള്ള ഒരു വാക്കും കൂടി ചേർക്കാം കേട്ടോ. സരൾ. ഓക്കെ, സരൾ. നമ്മളിന്ന്
പഠിച്ച അക്ഷരങ്ങൾ ഒന്നുകൂടി നോക്കാം. മേഘത്തിന്റെ ഘ, മഴയുടെ ഴ, രാ, ഛായ നോക്കിയപ്പോൾ രാ കണ്ണാടിയിൽ നോക്കി ഛായ കണ്ടപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സംഭാഷണത്തിൽ കിട്ടിയ ലെറ്റേഴ്സ് ഘ, ഘ, വ, ണ, ഇൺ, ഞ, ങ, ജ, ള. ജായും ളായും എഴുതാൻ കാരണം നമ്മൾ ഇന്ന് മഴവെള്ളത്തെ കുറിച്ച് പഠിച്ചപ്പോൾ വെള്ളം എന്നല്ല ജലം എന്ന് പറയും, നീർ. അപ്പൊ ആ വെള്ളത്തിലുള്ള വാ പഠിച്ചു, നമ്മൾ ളാ പഠിച്ചു, അതുകൊണ്ടാണ് നമ്മൾ ളാ എന്ന് പഠിച്ചത്. അതുപോലെ വെള്ളത്തിന്റെ വേറൊരു ഭാഗമാണ് ജലം. അപ്പൊ ആ ജായും പഠിച്ചു. ജനൽ, ജലജ എന്നൊക്കെ എഴുതാം കേട്ടോ. ജായില് ജനൽ, ജലജ എന്നൊക്കെ എഴുതാം. ജനൽ, ജലജ, ജലജ എന്നൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ ഛായ, കണ്ണാടി നോക്കിയപ്പോൾ ഛായ കണ്ടു. ആ ഛായ എന്നുള്ളതിന് എഴുതാനായിട്ട് സാധാരണ ഛായയോടുകൂടി രാ ചേർത്ത് കൂട്ടിച്ചേർത്തപ്പോൾ ഛ, സാധാരണ ഛായക്ക് ഒരു ഹാ ശബ്ദം കൊടുത്തു. ഛ, ഛായ. ഛായയുടെ ഞാൻ എഴുതാനായിട്ട് ഹൃദയത്തിൽ എന്താ ഉള്ളത്? ദയ. നമ്മുടെ ഞാവൂ എന്നുള്ളതിന് പൂച്ച പറയണത് എന്നാ എന്നിലാണ് ദയ ഉള്ളതെന്ന് പറഞ്ഞല്ലേ. അപ്പം ആ ദയയുടെ അത് നമ്മൾ ഹൃദയത്തിന്റെ ചിഹ്നത്തിൽ നിന്ന് ഒരു വാല് കൊടുത്ത് യാ എഴുതി നമ്മൾ യായും പൂർത്തീകരിച്ചു. അങ്ങനെ ഇന്ന് ഇത്രയും അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ച് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് അല്ലേ. കുഴപ്പമില്ല, ഒരുവിധമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ അക്ഷരങ്ങൾ തീർത്തിട്ട് പുതിയ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.